തുറക്കപ്പെടട്ടെ. ഹസ്മര പ്രഭാതിയ ലംസ്മരാധന. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. നമ്മളെല്ലാ ആഴ്ചയിലും നടത്തി വരുന്ന ഡെലിവറൻസ് മീറ്റിങ്ങിനോട് അനുബന്ധിച്ച് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങൾക്കും കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ദൈവിക വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടട്ടെ. അസാധ്യതകൾ വഴിമാറുന്ന ഒരു പകലായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ വീണ്ടും ഈ വിഷയത്തിൻ്റെ അകത്തുനിന്ന് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ ഒരു വാക്യത്തിൻ്റെ അകത്തു നിന്നാണ് ഇന്ന് 5-ാമത്തെ ദിവസവും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും, നീ എൻ്റെ ബന്ധനങ്ങളെ എന്ത് ചെയ്തിരിച്ചിരിക്കുന്നു? അഴിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അകത്തു നിന്നാണ് ഇതിന്ന് എനിക്ക് തോന്നുന്നു 5-ാമത്തെ ദിവസമാണ്. ഈ 5-ാമത്തെ ദിവസവും നമ്മൾ ഈ വാക്യത്തിൻ്റെ അകത്തു നിന്ന് ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ഏറ്റവും വിടുതലിൻ്റെ പകലായി മാറാൻ പോയി. പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി നമ്മളോട് ഇടപെടുവാൻ പോവുകയാണ്. എനിക്കൊരു തികഞ്ഞ ഉറപ്പുണ്ട്, എന്തോ കർത്താവിന് നമ്മുടെ മേൽ ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ മേൽ വാദിക്കുന്ന വാദഗതികളെ ദൈവം പൊളിച്ചെഴുതും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കാൻ പോവുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മുടെ ബന്ധനങ്ങളെ ആരഴിച്ചിരിക്കുന്നു? യഹോവ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? അഴിച്ചു കളഞ്ഞിരിക്കുകയാ. എങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവി പറയട്ടെ, കർത്താവ് നമ്മുടെ ബന്ധനങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അഴിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളതിന് 3 കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ബന്ധിക്കപ്പെടാൻ 3 കാരണം, ബന്ധനം അഴിയുവാൻ 3 കാരണം. പുതുതായിട്ടുള്ളവരുള്ളതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നും കൂടെ വിവരിച്ചിട്ട് അവസാനത്തെ ദൂതിൻ്റെ അകത്തേക്ക് ഞാൻ ആത്മാവിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ബന്ധിക്കപ്പെടാൻ 3 കാരണമാണ്. 1 പ്രാർത്ഥനയുടെ കുറവ്, 2 പരിശുദ്ധാത്മാവില്ലായ്മ, 3 ആരാധനയുടെ കുറവ്. ഈ 3 കാര്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ബന്ധിക്കപ്പെടാൻ 3 കാരണം. 1 പ്രാർത്ഥനയുടെ കുറവ് അവനെ ബന്ധിച്ചു കളയും. 2 എന്താണ്? പരിശുദ്ധാത്മാവ് അവൻ്റെ മേലില്ലെങ്കിൽ അവൻ ബന്ധിക്കപ്പെടും. 3 എന്താണ്? ആരാധന ഒരുത്തൻ്റെ മേലില്ലെങ്കിൽ അവൻ ബന്ധിക്കപ്പെടുവാനിടയാകും. എങ്ങനെയാണ് ബന്ധനത്തെ അഴിക്കാനുള്ള 3 കാരണങ്ങൾ? അതും ഇതുതന്നെയാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവനെ ബന്ധിക്കാൻ ആർക്ക് കഴിയത്തില്ല? ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, അഭിഷേകമുള്ളവനെ ഒതുക്കാൻ ആർക്ക് കഴിയത്തില്ല? ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്കും കഴിയത്തില്ല. ആരാധിക്കുന്നവനെ പൂട്ടിക്കളയുവാൻ ഒരു അധിപതികൾക്കും കഴിയത്തില്ലെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന പത്രോസിനെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. ചെങ്ങലകളെ പൊട്ടിച്ചു, വാതിലുകളെ തുറന്നു. പത്രോസിനെ ആര് പുറത്തു കൊണ്ടുവന്നു? ദൂതൻ പുറത്തു കൊണ്ടുവന്നു, കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? പ്രാർത്ഥനയുടെ ശക്തി കാരാഗ്രഹത്തിൻ്റെ അകത്ത് വെളിപ്പെടാനിടയായി. പ്രാർത്ഥനയുടെ മറുപടികൾ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ചലിക്കാൻ തുടങ്ങി. പത്രോസ് കാരാഗ്രഹം വിട്ട് പുറത്ത് വരുവാനിടയായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, അഭിഷേകം ശിംശോൻ്റെ കരത്തിൽ കെട്ടിയിരുന്ന ചെങ്ങലകളെ എന്ത് ചെയ്തു? അഴിച്ചു കളഞ്ഞു. രണ്ടാമത് നമ്മൾ ചിന്തിച്ച വിഷയം അഭിഷേകത്തെക്കുറിച്ചായിരുന്നു. അതെന്ത് ചെയ്യുക? കരത്തിൽ കെട്ടിയ കയറുകളെ കത്തിച്ചു. അതെന്ത് ചെയ്യും? അവൻ സ്വതന്ത്രനായി മാറി. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ആരാധനയെക്കുറിച്ചാണ്. നമ്മൾ വായിച്ച വാക്യം, നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. തടവിലാക്കി അവരിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൻ്റെ അകത്താക്കി അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടി. വായിച്ചിട്ടാൻറ്റി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും
പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരെന്ത് ചെയ്തിരുന്നു? ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇവിടെ കാണുകയാണ് പൗലോസിനെയും ശീലാസിനെ എന്ത് ചെയ്തു? പിടിച്ചു. അവരെ എവിടെ കൊണ്ടിട്ടു? അകത്ത തടവറയ്ക്കകത്ത് കൊണ്ടിട്ടു. ആ വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അകത്ത തടവറയുടെ പ്രത്യേകതകളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. എന്താണ്? പരുപരുക്കം തറയും അനുകൂലമില്ലാത്ത സാഹചര്യങ്ങളുള്ള സ്ഥലമാണ് അകത്ത തടവറ എന്ന് പറയുന്നത്. ഈ അകത്ത തടവറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അകത്ത് കൊണ്ടിട്ട ഒരുത്തന് പുറത്തു വരാൻ കഴിയാത്തതുപോലെയുള്ള മോനെ ഇതൊന്നും എനിക്ക് ഇത് വേണ്ട, എനിക്ക് കട്ട് ചെയ്തു. അകത്ത തടവറയുടെ പ്രത്യേകത എന്താണ്? ഒരുത്തൻ അകത്ത് കൊണ്ടിട്ടാൽ അവൻ പുറത്തു വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇവരെ അകത്ത തടവറയ്ക്കകത്ത് കൊണ്ടിട്ടത്? എന്തുകൊണ്ട് ഇവരെ അകത്ത തടവറയ്ക്കകത്ത് കൊണ്ട്? ഒരിക്കലും ഇവരെന്ത് ചെയ്യരുത്? കാരാഗ്രഹം വിട്ടിവർ പുറത്തു വരരുത്. അകത്ത തടവറയ്ക്കകത്തിട്ട് കൊണ്ടിടുക മാത്രമല്ല, അവിടെ സൂക്ഷിക്കുക മാത്രമല്ല, അവരെ ആമം കൊണ്ട് എന്ത് ചെയ്തു? പൂട്ടി. അവരുടെ കാലുകൾ ആമം കൊണ്ട് പൂട്ടിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ഇനിയും ഇതിൻ്റെ അകത്ത് നിനക്ക് പുറത്തു വരാൻ ഒരു സാഹചര്യവും ഒരു സാധ്യതയും ഇല്ലാത്തതുപോലെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ആരെ കൊണ്ട് പൂട്ടി? പൗലോസിനെയും ശീലാസിനെയും കൊണ്ട് പൂട്ടിയിരിക്കുക. പക്ഷേ അവരുടെ പ്രത്യേകതകൾ കണ്ടോ? അവരെന്ത് ചെയ്യുക? അർദ്ധരാത്രി ആയപ്പോൾ പതിവ് പോലെ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. മുൻപോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണാൻ കഴിയുകയാണ്. പൗലോസിനും ശീലാസിനെയും പിടിച്ചവരെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞു. കോൽ കൊണ്ടവരെ അടിച്ചു. തെരുവിൽ കൂടെ അവരെ വലിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുകയാണ്? ഇവരെ കൊണ്ടുവന്ന് അകത്ത തടവറയ്ക്കകത്ത് പൂട്ടുകയാണ്. നമ്മൾ പറയുക അകത്ത തടവറയ്ക്കകത്ത് പൂട്ടിയതിൻ്റെ കാര്യം ഒരിക്കലും ഇവരെവിടെ വരരുത്, ഇവിടം വിട്ട് പുറത്തു വരരുതെന്നുള്ള ഉദ്ദേശത്തിൻ്റെ അകത്താണ് ഇവരെ അകത്ത തടവറയ്ക്കകത്ത് പൂട്ടിയത്. പത്രോസിനെയും ശീലാസിനെയും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെയും പല ആവർത്തി പല ഇടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കാരാഗ്രഹത്തിൻ്റെ അകത്ത് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ കാരാഗ്രഹങ്ങൾ വിട്ട് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. 5-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുകയാണ്. അസൂയം നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിൻ്റെ അകത്താക്കി. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി. പിന്നെ മഹാപുരോഹിതനും സദൂക്യർ മതക്കാരുമായിരിക്കുന്ന അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയം നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ചു. കണ്ട, പൊതു തടവിൻ്റെ അകത്ത് ഇവരെ ആക്കി. ഒരു തടവിന് 3 സ്ഥലങ്ങളുണ്ട്. 3 സ്ഥലങ്ങൾ. ഒന്നാമത്തെ സ്ഥലമാണ് പൊതു തടവെന്ന് പറയുന്ന സ്ഥലം. അത് എല്ലാ കാറ്റഗറി പെടുന്ന ആൾക്കാരെ കൊണ്ടിടുന്ന സ്ഥലമാണ് പൊതു തടവെന്ന് പറയുന്ന സ്ഥലം. അപ്പോസ്തലന്മാരെ പിടിച്ചു കൊണ്ടിട്ടത് ഈ പൊതു തടവിൻ്റെ അകത്ത്. മോനെ ഇതിൻ്റെ മിഡൊക്കെ ഇച്ചിരി കുറച്ച് തരാം. എനിക്ക് ഇത് കോളം ഇച്ചിരി മിഡൊക്കെ കുറച്ച് തരാം. മിഡ് കുറച്ചാൽ ഇപ്പം കറക്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പൊതു തടവിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവരെ കൊണ്ടിട്ടിരിക്കുക. ഇവരെ കൊണ്ടിടാൻ കാരണം അസൂയം നിറഞ്ഞെഴുന്നേറ്റാണ് ഇവരെ പൊതു തടവിൻ്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഇവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചപ്പോൾ ഇവർ യെരൂശലേം വിട്ട് സകല ഇടങ്ങളിലേക്കും ഇവർ സഞ്ചരിക്കുവാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ കൈയാലും അവരുടെ പ്രാർത്ഥനയാലും വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ സദൂക്യരുടെ അടുത്തും ന്യായശാസ്ത്രിമാരുടെ അടുത്തും പുരോഹിതന്മാരുടെ അടുത്തും യഹൂദന്മാരുടെ അടുത്തും കൂടിക്കൊണ്ടിരുന്ന ജനം അവരെ വിട്ടിട്ട് അപ്പോസ്തലന്മാരെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ, അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, അവരുടെ പിന്നാലെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ അകത്ത് അസൂയ ഇവർക്ക് തോന്നുകയാണ്.
ഞങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചിന്തയ്ക്കകത്ത് ഇവരെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടുത്തെ സന്ദർഭം ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്ന. ശലോമോൻ്റെ മണ്ഡപത്തിൽ എല്ലാ ദിവസവും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകാറായിരുന്നു, കൂടുവാറുണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം അവിടെ കടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ആ പട്ടണത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ, അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ വിട്ടിട്ട് ജനം അപ്പോസ്തലന്മാരുടെ പിന്നാലെ ഓടിപ്പോകുവാനിടയായി. ജനം അപ്പോസ്തലന്മാരുടെ പിന്നാലെ പോയപ്പോൾ ഇവർക്ക് സദൂക്യർക്ക്, മതപരമായിരിക്കുന്ന സകലർക്കും അപ്പോസ്തലന്മാരോട് വലിയ അസൂയ തോന്നുകയാണ്. അവരെ എന്ത് ചെയ്യുകയാണ്? അവരെ വന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് പൊതു തടവിൻ്റെ അകത്തേക്ക് അവരെ കൊണ്ട് അടയ്ക്കുകയാണ്. എവിടെയാണ് കൊണ്ട് അടച്ചത്? പൊതു തടവ്. പൊതു തടവിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതാണ്. അത് എല്ലാ കാറ്റഗറിയും പെടുന്ന ആൾക്കാരെ കൊണ്ടടയ്ക്കുന്ന സ്ഥലമാണ് പൊതു തടവെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കാരെ, മോഷണക്കാരെ, എന്ത് ചെയ്യുക, എല്ലാ കാറ്റഗറി പെടുന്ന ആൾക്കാരെ കൊണ്ടിടുന്ന സ്ഥലമാണ് പൊതു തടവ്. അവിടെ അത്ര സംരക്ഷണയുള്ള സ്ഥലമല്ല, അവിടെ അത്ര അടച്ചുറപ്പുള്ളൊരു സ്ഥലമല്ല. ഇവരിവിടെ കിടന്നോളുമെന്നുള്ള ചിന്തയ്ക്കകത്ത് പൊതു തടവിൻ്റെ അകത്ത് ഇവരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആ വാക്യങ്ങൾ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുകയാണ്. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അകത്തു ദൈവത്തിൻ്റെ ദൂതനിറങ്ങി വാതിലുകൾ പോലും തുറക്കാതെ അവരെ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അസൂയക്കകത്ത് നിന്നെ എവിടെയൊക്കെയാണോ പിശാച് ഒതുക്കിക്കളഞ്ഞത് അതിനെ പൊട്ടിച്ച് ഇന്ന് പകൽ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. ഇന്ന് പകൽ ചില അസൂയയുടെ സ്പിരിറ്റുകൾ ആത്മാവിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാ. ഹല്ലേലൂയ. ഓ ഷാര പാലദാര ഹർമനാധരസ്. ഇവരെ പൂട്ടിയതിന് കാരണം എന്താണ്? അസൂയ. അസൂയ ഇവരോട് തോന്നിയിട്ട് ഇവരെ പിടിച്ച് പൊതു തടവിൻ്റെ അകത്തേക്ക് കൊണ്ട് അടച്ചിരിക്കുക. ഇവരുടെ ചിന്ത ഒരിക്കലും ഇവർ പുറത്തു വരത്തില്ല. ഇവർ നാട്ടിൽ അസാധാരണക്കാരായിരുന്നു, രോഗികളെ സൗഖ്യമാക്കിയവരായിരുന്നു, ഇവർ ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടവരാ. പക്ഷേ ഈ എന്ത് ചെയ്തില്ല, തടവിനെ പൊളിക്കാൻ ഇവർക്ക് കഴിയത്തില്ലെന്ന് ആര് ചിന്തിച്ചു? പൂട്ടിയവൻ ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന് പദ്ധതിയുള്ളവനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അഭിഷേകമുള്ളവൻ, വാഗ്ദത്തമുള്ളവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവിക വചനങ്ങളെ പ്രസ്താവിക്കേണ്ടവൻ, ആയിരങ്ങളെ പതിനായിരങ്ങളെ സഭയോട് ചേർക്കേണ്ടവൻ, ഒറ്റ പ്രസംഗത്തിൻ്റെ അകത്ത് 3000 പേരെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നവൻ, അവനെ പൂട്ടാൻ ഈ ഉലകത്തിലെ ഒരു ചെങ്ങലകൾക്കോ ഒരു കാരാഗ്രഹങ്ങൾക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഏത് വിഷയത്തിൻ്റെ അകത്താണോ നിന്നെ അസൂയക്കകത്ത് പൂട്ടിയത്, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ദൈവം അതിനെ പൊട്ടിക്കുന്ന പകലോ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കുകയാ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കുകയാ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കുകയാ. ആത്മാവനോട് പ്രവചിക്കാൻ പറയാ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയോ. ഓ ശതല പ്രഭാതി ഘടകസിയ ഹർത്തൂരിയാദ ഘടകസിയ. പാവം അവരുടെ ചിന്ത ഈ തടവിൻ്റെ അകത്ത് ഇവർ ഒതുങ്ങുമെന്നുള്ളതായിരുന്നു. അസൂയക്കാരുടെ ചിന്ത ഈ തടവിൻ്റെ അകത്ത് ഇവർ ഒതുങ്ങും, ഇവിടം കൊണ്ട് ഇവർ തീരുമെന്നുള്ളതായിരുന്നു. പക്ഷെ തടവിൻ്റെ അകത്ത് ഇവരെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ആ വാക്യം എന്നെ ഒത്തിരി, അതിൻ്റെ താഴോട്ടുള്ള പദങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് ഇവർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, ദൈവം ഇവരെ കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, പൂട്ടിയവൻ പോലും അറിയാതെ വാതിലുകൾ പോലും തുറക്കാതെ
തൻ്റെ അപ്പോസ്തലന്മാർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൊണ്ടു നിർത്തിയത് മറ്റൊരിടത്തല്ല, അവരെ കൊണ്ടു നിർത്തിയത് ദേവാലയത്തിൻ്റെ അകത്താണ്. ഇതുവരെ ഇവിടെ ശുശ്രൂഷിച്ചത് എവിടെയാ? ഇവർ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ശുശ്രൂഷിച്ച്. പക്ഷെ ബന്ധനം പൊട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ലെവലിനെ ദൈവം മാറ്റുകയാ, അവന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ മാറ്റുകയാ. ഇന്ന് പകൽ അഭിഷേക്തന്മാരോട് ഞാൻ ആത്മാവി പ്രവചിക്കട്ടെ, നിന്റെ ലെവലിനെ ദൈവം തിരിക്കാൻ പോകുക. ഇതുവരെ ശുശ്രൂഷിച്ച വേദികളല്ല. റബല ഹഡഗ ജനദ റബല ലാസ്മര ധര ധര ഹർമന ബരഗഡഗസി അന്തര പ്രഭ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോകുക, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോകുക. ഇതുവരെ നീ നടന്നത് പോലല്ല, ഇതുവരെ നീ ചെയ്തതല്ല, ഇതുവരെ നിന്റെ തലമുറ വന്നത് പോലല്ല. അവരുടെ ലൈഫ് സ്റ്റൈലിനെ ദൈവം മാറ്റാൻ പോകുക. ദൈവം പറയുക, എവിടെയെങ്കിലും ഒതുങ്ങിയ പോരാ. ഓ ശാന്തന, ആരാണോ പൂട്ടിയത്, ആരാണോ ഒതുക്കിയത്, ആരാണോ ബന്ധിച്ചത്, അതിൻ്റെ അകത്തേക്ക് ഓ സന്തര പ്രവരകടകസിയ ഓ ഓ ശബ ലബ ധര. ആമേൻ ആമേൻ. പൂട്ടിയത് പുരോഹിതന്മാരാണ്, പൂട്ടിയത് യഹൂദന്മാരാണ്, പൂട്ടിയത് ന്യായശാസ്ത്രിമാരാ, പൂട്ടിയത് സദൂക്യന്മാരാ. പക്ഷേ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോ നീ എവിടെങ്കിലും പോകാനല്ല ദൈവം പറഞ്ഞത്. ന്യായശാസ്ത്രിമാരോ സദൂക്യന്മാരോ പുരോഹിതന്മാരോ യഹൂദന്മാരോ വാഴുന്ന ആലയത്തിന്റെ അകത്തേക്ക് ദൈവം അവനെ കൊണ്ടെത്തിക്കുകയാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ എവിടെങ്കിലും അല്ല, നിന്നെ ഒതുക്കിയവന്റെ മുൻപിൽ, നിന്നെ പൂട്ടിയവന്റെ മുൻപിൽ, നിന്നെ തകർത്തവന്റെ മുൻപിൽ ഇന്ന് പകൽ തിരിയുക, ഇന്ന് പകൽ അന്തരീക്ഷം തിരിയുക. കാരാഗ്രഹത്തിന്റെ അകത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ഒളിച്ചോളാനല്ല ദൈവം പറഞ്ഞത്, എവിടെങ്കിലും പോയി നീ ഒളിച്ചോളാനല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത്, നീ പുറത്തു വന്നെങ്കിൽ നീ ഇനിയും ശുശ്രൂഷിക്കേണ്ടത് എന്റെ ദേവാലയത്തിന്റെ അകത്ത്. ഇന്ന് പകൽ പൊളിയ അസൂയയുടെ സ്പിരിറ്റുകൾ ഇന്ന് പകൽ ആത്മാവ് പൊട്ടിച്ചു കളയുക. ഇന്ന് പകൽ എന്റെ ദൈവം ജനത്തെ പുറത്തെടുക്കുകയാ. അസാധാരണമായത് അസാധാരണമായത് എനിക്കറിയത്തില്ല ഈ മെസ്സേജ് എന്തുകൊണ്ട് തീരുമെന്ന് ഞാൻ എന്തുകൊണ്ടിത് അവസാനത്തെ ദൂത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് വന്നത്. പക്ഷേ ആത്മാവ് ഇതിൻ്റെ ചിന്തകളെ തിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, പൂട്ടിയവനോർത്ത് നീ ഇവിടം വിട്ടിറങ്ങത്തില്ല, ഒതുക്കിയവനോർത്ത് നീ ഇവിടം വിട്ട് പുറത്തു വരത്തില്ല. നിന്റെ ലൈഫ് ഇത്രയുള്ളു, നീ ഇത്രയുള്ളു. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് കയറാൻ കഴിയത്തില്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. ഈ സാധാരണക്കാരുടെ കൂടെ നീ ജീവിച്ചു തീരത്തേയുള്ളൂ. പക്ഷേ അഭിഷേകം പ്രാപിച്ചവർ
അസാധാരണക്കാരായിരുന്നു. ഇവരാരായിരുന്നു? അസാധാരണക്കാർ. ഇവർ സാധാരണക്കാരല്ല, ഇവർ അസാധാരണക്കാരായിരുന്നു. പക്ഷെ ഇവരെ കൊണ്ട് പൂട്ടിയത് എവിടെയാണ്? പൊതു തടവിൻ്റെ അകത്ത്. ഈ പൊതു തടവിൻ്റെ അകത്ത് സകല കാറ്റഗറിയിലും പെടുന്ന വ്യക്തികൾ എവിടെയുണ്ട്? പൊതു തടവിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പൂട്ടിയവനൊരു ചിന്തയുണ്ട്, ഇവൻ എന്ത് ചെയ്യുക, ഇവൻ അസാധാരണക്കാരാണ്. പക്ഷെ കാരാഗ്രഹത്തിൻ്റെ അകത്തെ പൊതു തടവിൻ്റെ അകത്ത് ഇവനെ അടയ്ക്കുന്നതോടുകൂടെ ഇവൻ്റെ ശുശ്രൂഷ തീർന്നു. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ആശയം? ഇവരാരാണ്? അസാധാരണക്കാരാണ്. ഇന്ന് വരെ യഹൂദന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, ഇന്ന് വരെ ന്യായശാസ്ത്രിമാർക്ക് ചെയ്യാൻ കഴിയാത്തത്, സദൂക്യർക്ക് ചെയ്യാൻ കഴിയാത്തത്, മതപരമായിരിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാത്തത്, പുരോഹിതന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് അപ്പോസ്തലന്മാർ ചെയ്തു തുടങ്ങിയപ്പോൾ ഇവർ അസാധാരണക്കാരാരെന്ന് ആർക്കറിയാം? ഇവർക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരെ കൊണ്ട് പൂട്ടിയത് എവിടെയാണ്? സാധാരണ തടവിൻ്റെ അകത്ത്. സാധാരണക്കാരെ പൂട്ടുന്ന തടവിൻ്റെ അകത്ത്. അതിൻ്റെ ആത്മീയ വശമെന്ന് പറയുന്നത് നീ അസാധാരണക്കാരനാണ്, പക്ഷെ പൂട്ടുന്നതോടുകൂടെ നിന്റെ ലെവൽ എന്ത് ചെയ്യും? മാറും. നീ കിടക്കുന്നത് ആരോടുകൂടെയാ? സാധാരണക്കാരൻ്റെ കൂടെയാ. അതോടുകൂടി നിന്റെ അഭിഷേകവും നിന്റെ ശുശ്രൂഷയും സകലതും തീരുവെന്ന് ഇവർ ചിന്തിച്ചു. ഇതോടുകൂടെ ഇവർ ഈ തടവിൻ്റെ അകത്തു തീർന്നു. പക്ഷെ വാതിൽ പോലും തുറക്കാതെ, പൂട്ടിയവൻ അറിയാതെ അപ്പോസ്തലന്മാർ ദേവാലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പൂട്ടിയവർ ചിന്തിക്കുക, ഇവന്മാരെങ്ങനാ പുറത്തു വന്നത്? അവരോടിച്ചെന്ന് കാരാഗ്രഹത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ വാതിൽ എങ്ങനാണോ അവരടച്ചത് അതുപോലെ തന്നെ അത് പൂട്ടപ്പെട്ടിരിക്കുക. പക്ഷെ പുറത്തു വരേണ്ടവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ സാധാരണക്കാരനാക്കി ഒതുക്കാൻ പിശാചി വച്ചിരിക്കുന്ന തന്ത്രങ്ങൾ വലുതായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ നിന്നെ പുറത്തെടുക്കാൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വാക്യങ്ങളാണ് അതൊക്കെ. ഒത്തിരി എന്നെ ചിന്തിപ്പിച്ച വാക്യങ്ങളാണ്. ഒരിക്കലും ഇവർ ചിന്തിച്ച് കാണത്തില്ല ഇവന്മാർ പുറത്തു വരുമെന്ന്. പക്ഷെ ഇവരെ പുറത്ത് ദൈവം കൊണ്ടുവന്നു. ദൈവം ഇവരെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇവരെ എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ട് ഏതെങ്കിലും കുഗ്രാമത്തിൽ കൊണ്ട് ഇവരെ ഒളിപ്പിക്കേണ്ടത് അല്ലേ? ആ നാടും അവിടുത്തെ സകല യഹൂദജനവും റോമക്കാരും എല്ലാം ഇവർക്ക് വിരോധമാണ്. അതുകൊണ്ട് ഒരു സാഹചര്യവും എവിടെയില്ല, ഈ നാട്ടിലില്ല. പക്ഷെ ദൈവം കൊണ്ടു നിർത്തുന്നത് ദേവാലയത്തിൻ്റെ അകത്താണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യം, ദേവാലയത്തിൻ്റെ അകത്താണ്. അപ്പം ദൈവം നിന്നെ കൊണ്ട് നിർത്തുന്നത് എവിടെയാ? കൊണ്ട് നിർത്തുന്നേ? ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഒതുക്കുകയാണോ? എങ്ങോട്ടെങ്കിലും നിന്നെ മറച്ചു പിടിക്കുകയാണോ? എടാ, പൂട്ടിയവനും നിന്നെ ഒതുക്കിയവനും കാണത്തക്ക നിലയിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പൂട്ടിയവൻ കാണത്തക്ക നിലയിൽ, നിന്നെ ഒതുക്കിയവൻ കാണത്തക്ക നിലയിൽ. ഓ ശബല പ്രവാധിയ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അസൂയക്കകത്ത് നിന്നെ ഒതുക്കിയവൻ ഒരിക്കലും ഇവിടം വിട്ട് നീ പുറത്തു വരരുതെന്ന് പറയുന്നത്. നിന്റെ മേൽ തുള്ളുന്ന ശുശ്രൂഷകളെ ചെറുതാക്കി കളയുക, നിന്റെ ലെവലുകളെ ചെറുതാക്കി കളയുക, നിന്റെ പദവികളെ കുറച്ചു കാണിക്കേണ്ടതിന് വേണ്ടി സാധാരണ തടവിൻ്റെ അകത്തേക്ക് കൊണ്ടൊതുക്കി കളഞ്ഞ അസൂയയുടെ സ്പിരിറ്റുകൾ ഇന്ന് പകൽ എൻ്റെ ദൈവം അതിനെ പൊളിക്കുകയോ. ഹല്ലേലൂയ! ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിയ, ദൈവമാക്കി വച്ചിരിക്കുന്ന ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിയ, നിന്നെ പൂട്ടിയത് ഏതു തടവറയായിക്കോട്ടെ, ഇന്ന് പകൽ അത് പൊളിയട്ടെ.
ഇന്ന് പകൽ നീ ഇവിടെ ആരാധിക്കുമ്പോ നിന്റെ വീടിന്റെ അകത്ത് ചില കെട്ടുകളെ ദൈവം പൊട്ടിച്ചു കളയുക, ചില വാതിലുകൾ തുറക്കപ്പെടുകയാ. ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ, ഒരിക്കലും നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ, ഇവിടം കൊണ്ട് നീ തീർന്നെന്ന് പറഞ്ഞു. ഓ ശഖ ധര ധര, ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. അഭിഷേകം ഇന്ന് പകൽ ചലിക്കുകയോ. ഓ ശബ ധന ധര, ഇന്ന് പകൽ പൂട്ടിയവന്റെ മുൻപിൽ തന്നെ, ഒതുക്കിയവന്റെ മുൻപിൽ തന്നെ, തീർന്നെന്ന് പറഞ്ഞവന്റെ മുൻപിൽ തന്നെ, അവസാനിച്ചെന്ന് പറഞ്ഞവന്റെ മുൻപിൽ തന്നെ ദൈവം നിന്നെ നിർത്താൻ പോകുക. നിന്റെ കരത്തെ അവൻ പിടിക്കാൻ പോകുക. ബന്ധനങ്ങൾ ഇന്ന് പകൽ പൊളിയ. ചില ലെവലുകൾ ഇന്ന് പകൽ പൊളിയ, പരിധികൾ ഇന്ന് പകൽ പൊളിയ, പരിമിതികൾ. ഇന്ന് പകൽ ലെവലുകൾ പൊളിയട്ടെ. ഇന്ന് പകൽ അവൻ വെച്ചിരിക്കുന്ന അളവുകോലുകൾ തകരട്ടെ. അവൻ വെച്ചിരിക്കുന്ന ചില പരിമിതികൾ പൊളിയട്ടെ. ചില വാതിലുകൾ അവൻ പോലും അറിയാതെ ഇന്ന് പകൽ തുറക്കപ്പെടുകയോ. ഓ ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ കത്തുന്ന തീ ഇന്ന് പകൽ നിന്നെ ഒതുക്കിയവൻ തിരിച്ചറിയാൻ പോകുക. നിന്റെ മേൽ അഭിഷേകം ഇന്ന് പകൽ നിന്നെ ഒതുക്കിയവൻ തിരിച്ചറിയാൻ പോകുക. ഇന്ന് പകൽ ആത്മാവി തീ പിടിക്കട്ടെ. ആമേൻ. ഓ ഹല്ലേലൂയ. പൂട്ടിയവൻ ഓർത്ത് ഇവന് രോഗിയെ സൗഖ്യമാക്കാനേ അറിയത്തുള്ളൂ. പൂട്ടിയവൻ ഓർത്ത് ഇവന് പ്രവചിക്കാനേ അറിയത്തുള്ളെന്ന്. പൂട്ടിയവൻ ഓർത്ത് ഇവന് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളെന്ന്. അവനോർത്ത് പ്രാർത്ഥന കൊണ്ടും പ്രവചനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നീ ഇതിനകത്തു കിടന്നു എന്ന് പറഞ്ഞൊതുക്കിയതാ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ, അഭിഷേകമുള്ളവൻ, നിയോഗമുള്ളവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ, അവൻ സമയങ്ങൾ കഴിഞ്ഞപ്പോ ദൈവം അവനെ പുറത്തു കൊണ്ടുവരികയാ. പൂട്ടിയവൻ വീട്ടിലെത്തുന്നതിന് മുൻപ്. പൂട്ടിയവൻ പറ, ഞാൻ അറിയാതെ തുറക്കത്തില്ല. പൂട്ടിയത് ഞാനാണെങ്കിൽ ഞാൻ പറയണം. ഇന്ന് പകൽ പൈശാചിക അജണ്ടകൾ പൊളിയട്ടെ. ഓ ശബദ ഗഡഗദ. ഇന്ന് പകൽ അജണ്ടകൾ പൊളിയ, പൈശാചിക അജണ്ടകൾ പൊളിയ. ഇന്ന് പകൽ ജനത്തോടുള്ള അവന്റെ വാദഗതികൾ പൊളിയ. ഒതുക്കിയതിന് ഇന്ന് പകൽ ആത്മാവ് പുറത്തെടുക്കും. പൂട്ടിയവനൊരു ധാർഷ്ട്യമുണ്ട്. അവൻ്റെ ധാർഷ്ട്യം എന്താന്ന് വെച്ചാൽ, ഞാൻ പറയാതെ, ഞാൻ അറിയാതെ നീ പുറത്ത് വരത്തില്ല. ചിലർ പറയുന്ന കേട്ടോണ്ട്, ഞാൻ അറിയണം, നീ ഒന്ന് എന്ത് ചെയ്യണേ, നീ ഒന്ന് കയറി വരണമെങ്കിൽ ഞാൻ അറിയണം. അതാ പൂട്ടിയവൻ്റെ ധാർഷ്ട്യ. അവനാ പൂട്ടിയത്, അവനറിയാം ഇത് പൊളിയണേ, ഞാൻ അറിയണം. അവൻ പൂട്ടിയിട്ട് പോകും. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ടായിരിക്കും പത്രോസിനോട് പറഞ്ഞിട്ട് പോകുന്നത്. അവൻ ഉറപ്പുണ്ട് നാളെ വരുമ്പോഴും പത്രോസ് ഈ പൊതു തടവിൻ്റെ അകത്ത് കാണും. ഇവൻ ഈ കാറ്റഗറിക്കകത്തുള്ള സകല ആൾക്കാരോടുകൂടെ ഇവിടെ കിടക്കും. പക്ഷേ അഭിഷേകമുള്ളവനെ അതിൻ്റെ അകത്ത് ദൈവം കിടത്തത്തില്ല. ശുശ്രൂഷയുള്ളവനെ ദൈവം അതിൻ്റെ അകത്ത് കിടത്തത്തില്ല. വാഗ്ദത്തമുള്ളവനെ ദൈവം കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഒതുക്കത്തില്ല.
ദൈവിക പദ്ധതിയും തിരഞ്ഞെടുപ്പുള്ളവനെയും ദൈവം കാരാഗ്രഹത്തിന്റെ അകത്ത് ഒതുക്കത്തില്ല. നിനക്ക് വേണ്ടി ചില ദൂതന്മാർ ഇന്ന് പകൽ ഇവിടെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ ഒതുക്കിയെടുത്ത് ചില ദാഷ്ട്യങ്ങൾ ഇന്ന് പകൽ പൊളിയ. ഞാനൊരു ദിവസം ശുശ്രൂഷിച്ചപ്പോൾ, ഡെലിവറൻസ് മീറ്റിങ്ങിന് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ കുരുക്ക് അസൂയയാണ്. ആഭിചാരത്തെ, മന്ത്രവാദത്തെ, നേർച്ചയും കാഴ്ചയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൊളിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. പക്ഷേ ഈ അസൂയയുടെ സ്പിരിറ്റിനെ പൊട്ടിക്കാൻ ഇച്ചിരി പാടാണ്. ഇത് കണ്ടുപിടിച്ച് വരാൻ തന്നെ ഇച്ചിരി പാടാണ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിൻ്റെ മേൽ വാക്തത്വമുണ്ടോ? നിൻ്റെ മേൽ അധികാരമുണ്ടോ? കാരാഗ്രഹങ്ങളെ ദൈവം പൊട്ടിക്കും. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടോ? നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടോ? നിന്നെക്കുറിച്ച് ദൈവിക പദ്ധതിയുണ്ടോ? നീ ഒതുങ്ങാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ എവിടെയെങ്കിലും തീരാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എവിടെയെങ്കിലും ശിഷ്ടായുസ് നീ തീർക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ചിലതിൻ്റെ അകത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരൂ. ഞാൻ പേര് പറയത്തില്ല, സ്ഥലവും പറയത്തില്ല. ചിലർക്കറിയാം. രണ്ട് ആൺപിള്ളേർ, അവർ നല്ല സ്മാർട്ട് പിള്ളേരാണ്, നല്ല കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള പിള്ളേർ. അവർ കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയതാണ്. കേരളത്തിന് വേണ്ടി എന്ത് സ്വർണ്ണ മെഡൽ നേടിയതാണ്. കൂട്ടത്തിലുള്ള ഒരാൾക്ക്, വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് ഇവരോടൊരു അസൂയ. ഈ പിള്ളേർക്ക് നാട്ടിൽ ആദരവ് കിട്ടി, ജില്ലയിൽ എന്ത് ചെയ്തു, ഇവരെ ആദരിച്ചു. ഇവർ നിസ്സാരക്കാരല്ല, കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഗോൾഡ് മെഡൽ മേടിച്ചവരാ. ജില്ലയ്ക്ക് വേണ്ടിയല്ല, പഞ്ചായത്തിന് വേണ്ടിയല്ല, കേരളത്തിന് വേണ്ടി. ഒരാൾക്ക് അസൂയ, എൻ്റെ കുഞ്ഞിനില്ലാത്തത് നിൻ്റെ കൊച്ചിന് വേണ്ട, എനിക്കില്ലാത്തത് നിനക്ക് വേണ്ട. ഇവർ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും വീടിൻ്റെ അകത്തിരിക്കാൻ തുടങ്ങി. രണ്ടുപേരും അവിടെ വീടിൻ്റെ അകത്താണ്. ഒരുത്തൻ റൂം വിട്ടുപോലും എന്ത് ചെയ്യത്തില്ല, പുറത്ത് വരത്തില്ല. അവൻ കൈ കഴുകുന്നത് പോലും റൂമിൻ്റെ അകത്താണ്. ആഹാരം കഴിച്ചിട്ട് ആൻറ്റി പാത്രമായിട്ട് എന്ത് ചെയ്യണം, കൈ കഴുകാൻ അവിടെ കൊണ്ടുവന്ന് അവൻ അവിടെ കൈ കഴുകും. റൂം വിട്ട് വെളിയിലോട്ട് ഇറങ്ങത്തേയില്ല. മറ്റൊരുത്തൻ വെളിയിലേക്ക് ഇറങ്ങും, പക്ഷെ അവൻ കോളേജിൽ പഠിക്കാൻ പോകത്തില്ല. എനിക്ക് 1.5 വർഷം അവരുടെ എന്ത് ചെയ്തു, ഒരു അസൂയക്കകത്ത് പിള്ളേരുടെ ലൈഫ് തീർന്നു പോയി. പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. കർത്താവ് അതിൻ്റെ അകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം അവൻ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, അവൻ വീണ്ടും കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുക, അവൻ പോയിരിക്കുക. അവന് വീണ്ടും ഗോൾഡ് മെഡൽ കിട്ടി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അസൂയ നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ളൊരു സാധനമല്ല. അസൂയ ഭയങ്കരമാണ്. ഇവരോട് അസൂയ തോന്നിയത് ഒറ്റ കാരണമാണ്, ഇതുവരെ ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന, ഇതുവരെ ഞങ്ങൾ പറയുന്ന വചനം കേൾക്കുകയും ഞങ്ങൾ പൊരുൾ തിരിച്ചു കൊടുക്കുന്നത് ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു വലിയ കൂട്ടം ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ പുറകെ പോയി. എടാ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നീയും ചെയ്യണ്ട. ഇതാ അസൂയയ്ക്ക് കാര്യം. ഒറ്റ പൂട്ട്. അവന്മാരോർത്ത് ഇവന്മാർ തീർന്ന്. പക്ഷെ ദൈവത്തിന് ഇവരെ കാരാഗ്രഹത്തിന് അത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. മർക്കോസിൻ്റെ മാളിക മുറിയിൽ അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടായത് കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഒതുങ്ങാനല്ല, ഭൂഖണ്ഡങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടിയാ, ദേശങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടിയാ. ദൈവം ഒതുക്കിയില്ല, ദൈവം പുറത്തു കൊണ്ടുവന്നു. അവർ പുറത്തു വന്നു.
അവരുടെ ശുശ്രൂഷകൾ വീണ്ടും തുടരപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവം എന്താണോ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ നിങ്ങളെക്കുറിച്ചുള്ളത്, അത് നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം അത് നിറവേറ്റും. അത് നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം അത് നിറവേറ്റും. പത്രോസിനോട് പറഞ്ഞത്, യോഹന്നാനോട് പറഞ്ഞത്, അപ്പോസ്തലന്മാരോട് പറഞ്ഞത് മറ്റൊരുത്തിനെ കൊണ്ടല്ല ദൈവം ജയിച്ചത്, അവരെ കൊണ്ട് തന്നെ ദൈവം അത് തെളിയിപ്പിച്ചു. അവരെ കൊണ്ട് തന്നെ ദൈവം അത് ചെയ്യിച്ചു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്നെക്കുറിച്ച് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണോ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ചിന്ത, എന്താണോ ദൈവത്തിൻ്റെ പദ്ധതി, അതുപോലെ തന്നെ നിന്റെ മേൽ. ഹല്ലേലൂയ. ഓ ശഹദദ അന്തരപ്രഭാജനാദന. അപ്പോൾ ഒന്നാമത് പൂട്ടിയ പൊതു തടവിനെ ഇവരെന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. ഒന്നാമത് പൂട്ടിയ പൊതു തടവിനെ പൊളിച്ചു. പൊതു തടവിൻ്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ചങ്ങലയൊന്നുമില്ല, ചുമ്മാ സ്വാതന്ത്ര്യമായിട്ട് നടക്കാം. ഇതിൻ്റെ അകത്തായിരുന്നു ഇവരെ പൂട്ടിയിരുന്നത്. അതിവർ പൊളിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പത്രോസിനെ പിടിച്ചു പൂട്ടുന്നത്. എവിടെയാണ്? കാരാഗ്രഹത്തിൽ വീണ്ടും പൂട്ടുകയാണ്. അപ്പം പൊതു തടവിൻ്റെ അകത്തല്ല പൂട്ടിയത്, അതിൻ്റെ ഇച്ചിരി കൂടെ ഗ്രേഡ് കൂടിയ സ്ഥലത്തേക്കാണ്. അവിടെ ചെങ്ങലകളുണ്ട്, അവിടെ അടച്ചുറപ്പാക്കിയ വാതിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പൊതു തടവിനെ പൊളിച്ചപ്പം ഇവർക്ക് മനസ്സിലായി, ഇവന്മാർ സാധാരണക്കാരല്ല. ഇനിയും പൊതു തടവിൻ്റെ അകത്ത് കൊണ്ടിട്ടാൽ ഇവന്മാർ പുറത്ത് വരും. അതുകൊണ്ട് പത്രോസിനെ പൂട്ടിയപ്പോൾ ഇച്ചിരിയും കൂടെ ഗ്രേഡ് കൂടിയ, ഇച്ചിരിയും കൂടെ കുറ്റം ചെയ്തവരെ ഇട്ടിരിക്കുന്ന, ഒറ്റയ്ക്ക് ചെങ്ങലകൾ കൊണ്ട് പൂട്ടാൻ കഴിയുന്ന തടവറയ്ക്കകത്തേക്ക് പത്രോസിനെ കൊണ്ടിടുകയാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന പത്രോസിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൻ്റെ അകത്തിറങ്ങി. ആ സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു പോയതായതുകൊണ്ട് ഞാൻ അവിടെ വിവരിക്കുന്നില്ല. അതിന് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ആ വിഷയം, ആ പ്രസംഗത്തിൻ്റെ അകത്തുള്ളൊരു സംഭവമാണ്. അതവിടെ നമ്മൾ വിവരിച്ചു പോയതാണ്. നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം എന്ത് ചെയ്യുന്നില്ല, വിവരിക്കുന്നില്ല. പത്രോസിനെ എവിടെ കൊണ്ടിട്ടു? തടവറയ്ക്കകത്ത് കൊണ്ടിട്ടു. പൊതു തടവിനകത്ത് നിന്ന് ഇച്ചിരിയും കൂടെ പൂട്ടാൻ, ഇച്ചിരിയും കൂടെ സുരക്ഷിതമുള്ള ഒരു സ്ഥലത്തേക്ക് അവനെ ആക്കിയിരിക്കുക. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ചെങ്ങലകളുണ്ട്, അതിൻ്റെ അകത്ത് പടയാളികളുണ്ട്, അതിൻ്റെ പുറത്തെന്തിയുണ്ട്? വാതിൽ കാക്കാൻ വീണ്ടും കാവൽക്കാരുള്ള ഒരു തടവറയ്ക്കകത്തേക്ക് ഇവനെ കൊണ്ടിട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതിൻ്റെ അകത്തുനിന്നും ദൈവം എന്ത് ചെയ്തു? പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ അകത്തുനിന്നും ദൈവം പത്രോസിനെ പുറത്തെടുത്തു. അതിൻ്റെ അകത്ത് ഒതുങ്ങാൻ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഏതിൻ്റെ അകത്ത് നിന്നെ കുരുക്കിയാലോ, എത്ര ശക്തിയോടെ നിന്നെ അടച്ചുറപ്പാക്കിയാലോ, ഇന്ന് പകൽ പറയട്ടെ, അഭിഷേകമുള്ള നീ പുറത്തു വരിക തന്നെ ചെയ്യോ. ഹല്ലേലൂയ. ചെങ്ങലകളെ അഴിച്ചു, വാതിലുകളെ തുറന്നു പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, എത്ര കനമുള്ള ഭാരങ്ങൾ നിന്റെ പുറത്തെടുത്തു വെച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നീ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ സെയിം തടവിൻ്റെ അകത്തേക്ക് പത്രോസിനെ കൊണ്ടുവരുന്നത്. സെയിം തടവിൻ്റെ അകത്ത്, സെയിം സ്ഥലത്ത് തന്നെ ഇവന്മാരെ കൊണ്ടുവന്നപ്പോഴേ, പത്രോസിനെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞ്, ഇവനെ പൊതു തടവിൻ്റെ അകത്ത് പൂട്ടരുത് കേട്ടോ, ഇവനെ ഇവിടെ ഒതുക്കരുത്. ഇവൻ ഇതിനെ ഒരു പ്രാവശ്യം പൊളിച്ചു പോയതാ, ഒരു പ്രാവശ്യം ഇവൻ ഇതിനെ ജയിച്ചതാ. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ പൂട്ടിയാൽ കൊള്ളത്തില്ല. ഇവനെ അകത്തെ ഒരു തടവറയുണ്ട്, ഇച്ചിരിയും കൂടെ സംരക്ഷണയുള്ള, ഇച്ചിരിയും കൂടെ ആൽഫലമുള്ള, ഇച്ചിരിയും കൂടെ എന്തു ചെയ്യാം, ചെങ്ങലകൾ കൊണ്ട് പൂട്ടി ഒതുക്കാൻ കഴിയുന്ന ഒരു തടവറയകത്തുണ്ട്. ഇവനെ അവിടെ ഒതുക്കിയാലേ പറ്റത്തുള്ളൂ. അവിടെ അവനെ ഒതുക്കി പിടിക്കാൻ പിശാചിന് കഴിഞ്ഞോ? അവിടെ കാണുക, ദൂതൻ ഇറങ്ങിയപ്പോൾ വെളിച്ചം പ്രകാശിക്കുകയും ചെങ്ങലകൾ അഴിഞ്ഞു വീഴുകയും
കരത്തിൽ കെട്ടിയിരുന്ന ചെങ്ങലകൾ അഴിഞ്ഞവൻ്റെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടുകയും അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്, ഒരിക്കലും തുറക്കാൻ സഹായമില്ലാതെ തുറക്കാൻ കഴിയാത്ത വാതിലുകൾ അവൻ്റെ മുൻപിൽ തുറന്ന് പത്രോസ് പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എവിടെ നിന്നെ കൊണ്ട് പൂട്ടിയെന്ന് പറഞ്ഞാലോ അതിനെ ജയിക്കാൻ കഴിയുന്ന, അതിനെ പൊളിക്കാൻ കഴിയുന്ന, അതിൻ്റെ ആധിപത്യങ്ങളെ ജയിക്കാൻ കഴിയുന്ന, അതിൻ്റെ ബലത്തെ പൊളിക്കാൻ കഴിയുന്ന അഭിഷേകം അതിൻ്റെ മേൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്നെ അധികകാലം ഒതുക്കി വെക്ക. അവന്മാരോർത്ത് ഇവിടെയും ഇവൻ തീർന്ന, പക്ഷെ ദൈവം ഇവനെ പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ടാണ് 16-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് പത്രോസിനെ പൗലോസിനെയും ശീലാസിനെയും അകത്ത തടവറയ്ക്കകത്തും ആമം കൊണ്ടും പൂട്ടിയത്. സാധാരണ തടവിൻ്റെ അകത്ത് ഇവരെ പൂട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? അതിനെ ജയിച്ചു. സാധാരണ തടവിൻ്റെ അകത്ത് ഇവരെ അടച്ചിട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? അതിനെ ജയിച്ചു. പൊതു തടവിൻ്റെ അകത്ത് നിന്ന് ഇവർ പുറത്തു വന്നു. വീണ്ടും അപ്പോസ്തലനായ പത്രോസിനെ വീണ്ടും ചെങ്ങലകൾ കൊണ്ട് പൂട്ടുകയും വാതിലുകൾ അടയ്ക്കുകയും കാവൽക്കാർ നിൽക്കുന്നതിൻ്റെ അകത്തു നിന്നും പത്രോസ് പുറത്തു വന്നു. അതുകൊണ്ട് ഇവർക്കറിയാം, ഇവന്മാർ നിസാരക്കാരല്ല. ഇവരെ ഇവിടെയൊന്ന് ഒതുക്കിയാൽ ഒതുങ്ങുന്നവരല്ല. തടവറയ്ക്കകത്തെ കാരാഗ്രഹത്തിൻ്റെ അകത്തെ ഏറ്റവും അടച്ചുറപ്പുള്ള അകത്തെ തടവറ എന്ന് വെച്ചാൽ ഒരു വായു സഞ്ചാരം പോലും ഇല്ലാത്ത സ്ഥലം, ഈ കൂരിലുകൾ ഇരുട്ടുകൊണ്ട് മൂടി നിൽക്കുന്ന സ്ഥലം. അതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആമം കൊണ്ട് ഒതുക്കുന്ന സ്ഥലം. ആമം കൊണ്ടൊരു മനുഷ്യനെ പൂട്ടി അവന് ചലിക്കാൻ കഴിയത്തില്ല. ആമം കൊണ്ടൊരു മനുഷ്യനെ പൂട്ടി അവന് തിരിയുവാനും മറിയുവാനും കഴിയത്തില്ല. എങ്ങനെയാവണോ അവനെ പൂട്ടിയിട്ടിരിക്കുന്ന അതേ അനുഭവത്തിൽ തന്നെ അവനെ അഴിക്കുന്നവിടം വരെ അവൻ കിടക്കണം. ഈ പൊതു തടവിൻ്റെ അകത്ത് ഇവർക്ക് എന്ത് ചെയ്യായിരുന്നു? നടക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ചെങ്ങല ഇട്ട് പൂട്ടിയാലും ചെങ്ങലയുടെ പരിധി വരെ ഇവർക്ക് എന്ത് ചെയ്യാം? നടക്കാം. അപ്പോൾ ഇവന്മാരുടെ ചിന്ത ഈ ഇച്ചിരി സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഇവന്മാരിതിനെ പൊളിച്ചതെന്നുള്ളൊരു ചിന്തയുണ്ട്. പൊതു തടവിൻ്റെ അകത്ത് എത്ര ഏരിയ ഉണ്ട് അത്ര ഏരിയക്കകത്ത് ഇവർക്ക് നടക്കുകയും സഞ്ചരിക്കുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്യാം. ചെങ്ങല കൊണ്ട് പൂട്ടിയിട്ടാലും ഒരു പരിധിയുണ്ട്. ചെങ്ങലയുടെ അളവിനനുസരിച്ച് അതിൻ്റെ പരിമിതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാം? നടന്നു ചെല്ലുവാൻ കഴിയും. അതിൻ്റെ അകത്ത് അവർക്ക് എവിടം വരെയാണ് പരിമിതിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് മാറി നിൽക്കുവാൻ കഴിയും. പക്ഷേ ആമത്തിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് പൂട്ടിയാൽ അവിടെ നിന്ന് അനങ്ങാൻ കഴിയത്തില്ല. അവർ പറഞ്ഞേടാ, ഇനിയും നീയൊക്കെ പുറത്ത് വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ, ഇനിയും നീയൊക്കെ പുറത്തിറങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ. ഈ കാരാഗ്രഹം കൊണ്ട് നീ തീരുകയല്ലാതെ ഇവിടുന്ന് നിനക്കൊരു യാത്രയില്ല പൗലോസേ, ശീലാസേ, ഇവിടുന്ന് നീ പുറത്തിറങ്ങത്തില്ല. ആമം കൊണ്ട് പൂട്ടുക മാത്രമല്ല, അവിടെ ഇവരെ എന്ത് ചെയ്യുക? കാവൽ നിൽക്കുകയാ. കാവൽക്കാരവിടെ നിൽക്കുകയാ. അവർ പറയാ, ഞങ്ങൾ അറിയാതെ നീ പുറത്തു പോകത്തില്ല, ഇവിടെ നീ പുറത്തു പോകത്തില്ല, ആമം പൊളിക്കാൻ നിനക്ക് കഴിയത്തില്ല, നീ ഒന്ന് ചലിക്കത്ത് പോലുമില്ല. പക്ഷെ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാ, അർദ്ധരാത്രിയായപ്പോ പതിവ് പോലെ പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ചെങ്ങലകളെ പൊട്ടിക്കുകയല്ല, വാതിലുകളെ തുറക്കുക മാത്രമല്ല, അതിനെ ഉറപ്പിച്ചിരിക്കുന്ന കാരാഗ്രഹങ്ങളെ ഇന്ന് പകൽ ചെങ്ങലകളെ പൊളിക്കുന്നവൻ മാത്രമല്ല, വാതിലുകളെ തുറക്കുന്നവൻ മാത്രമല്ല, ചെങ്ങലകളെ ഉറപ്പിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറയെ
ഇതുവരെ ചങ്ങല അവൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോകുകയും വാതിൽ തുറക്കുകയൊക്കെ ചെയ്തിരുന്നേ. ആദ്യത്തെ ഇടപാടിൻ്റെ അകത്ത് വാതിൽ പോലും തുറന്നില്ല. ഇവരെ ദൈവം എന്ത് ചെയ്ത്? ദൂതന്മാർ ഇവരെ പുറത്തു കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യത്തിൻ്റെ അകത്ത് ഇരുളുള്ളിടത്ത് വെളിച്ചം പ്രകാശിച്ചു, കരത്തിലെ ചങ്ങല അഴിഞ്ഞു, വാതിലുകൾ തുറന്നു. വാതിലുകളും ചങ്ങലകളും കാരാഗ്രഹത്തിൻ്റെ ഉറപ്പും അവിടെ അതുപോലെ തന്നെയുണ്ട്. ദൈവം പറയും, ഇനി എൻ്റെ അപ്പോസ്തലന്മാരെ, ഞാൻ അയക്കപ്പെട്ടവരെ, ഞാൻ അഭിഷേകം ചെയ്തവനെ പൂട്ടാൻ ഇനിയൊരു കാരാഗ്രഹം വേണ്ട. ദൈവം പറയും, ഇനിയൊരു കാരാഗ്രഹം വേണ്ട. നിന്നെ പൂട്ടാൻ ഇനിയൊരു കാരാഗ്രഹം വേണ്ട. ദൈവം പറയുക, ആരാധിക്കുന്നവന്റെ മുൻപ്, അഭിഷേകത്തിൽ ആരാധിക്കുന്നവന്റെ മുൻപ് കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ ഇളക്കുന്നു. ഓ, അടിത്തറകൾ ഇളകി തുടങ്ങിയ, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകി തുടങ്ങിയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നം? ഒന്നാമത്തെ വിഷയം ആമം, രണ്ടാമത്തെ വിഷയം അടച്ചുറപ്പാക്കിയ വാതിൽ. ഇതെല്ലാം വിഷയമാണ്. ദൈവം പറയും, ഇനി എൻ്റെ അപ്പോസ്തലന്മാരെ പൂട്ടാൻ ഇതൊന്നും വേണ്ട. ആരാധിക്കുന്നവൻ്റെ മുൻപിൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറയാണ് ദൈവം ഇളക്കുന്നത്. പ്രാർത്ഥിച്ചവൻ്റെ മുൻപിൽ വാതിലുകളും ചങ്ങലകളും അഴിഞ്ഞെങ്കിൽ, അഭിഷേകമുള്ളവൻ്റെ മുൻപിൽ അവൻ്റെ കരത്തിൽ കെട്ടിയിരുന്ന കയറുകൾ കത്തിമാറിയെങ്കിൽ, ആരാധിക്കുന്നവൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അത് നിന്നെ പൂട്ടാനുള്ള കാരാഗ്രഹത്തെ പോലും ഇളക്കിക്കളയുന്നതാ. അതിൻ്റെ അടിത്തറകളെ പോലും ഇളക്കിക്കളയുന്നതാ. ഇനി ഒരിക്കലും ഒരു കാരാഗ്രഹത്തിനും അതിൻ്റെ പ്രൗഢിയോടെ നിൽക്കുവാൻ കഴിയാത്തതുപോലെ അതിൻ്റെ അടിത്തറകളെ ഇളക്കിക്കളഞ്ഞു. അതിൻ്റെ ബലത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന, ആമത്തിൻ്റെ കുരുക്കുകളെ പൊട്ടിച്ചു കളയുന്ന, വാതിലുകളെ ഇളക്കിക്കളയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുകയാ. കാലങ്ങളായി നിന്നെ ഒതുക്കിക്കൊണ്ടിരുന്ന ചില ആമങ്ങൾ ഇന്ന് പകൽ പോളിയട്ടെ, പോളിയട്ടെ. നീ ചിന്തിക്കുന്നത് പോലല്ല ആരാധനയുടെ വിടുതൽ. ഒരുത്തനും പൂട്ടാൻ ഇനി കാരാഗ്രഹം ഇല്ലാത്തതുപോലെ വിടുതൽ. ഇനിയും പൂട്ടാൻ ഒരു കാരാഗ്രഹം എവിടെ ഇല്ല, ആ നാട്ടിലില്ല. അടിത്തറ ഇളകിയാൽ ഇതിന് പിന്നെ നിൽക്കാൻ കഴിയത്തില്ല. അടിത്തറ പൊളിഞ്ഞ പിന്നെ കാരാഗ്രഹത്തിന് നിൽക്കാൻ കഴിയത്തില്ല. അടിത്തറ പൊളിഞ്ഞ വാതിലിന് പിന്നെ നിൽക്കാൻ കഴിയത്തില്ല. അടിത്തറ പൊളിഞ്ഞാൽ ആവത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവി പ്രവചിക്കട്ടെ, നീ ആരാധിച്ചു തുടങ്ങിയ കാരാഗ്രഹങ്ങളുടെ അടിത്തറകൾ പൊളിയോ, ഒരിക്കലും നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറയുന്നത്. ചില മിനിറ്റുകൾ കരമടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില മിനിറ്റുകൾ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഇന്നു പകൽ നിന്റെ ആരാധനയ്ക്കകത്ത നിന്നെ പൂട്ടിയ ചില യാമങ്ങൾ, നിന്നെ അടച്ച ചില കാരാഗ്രഹങ്ങൾ, ഇന്നു പകലിൽ ചില മണ്ണിനകത്ത ദൈവത്തിന്റെ ശക്തി അതിശക്തമായിട്ട് ഇന്നു പകൽ ചില കെട്ടുകളെ അടിക്കത്തക്കവണ്ണം, ചില ബന്ധനങ്ങളെ പൊട്ടിക്കത്തക്കവണ്ണം ദൈവശക്തി ആഴമായി
ചില മിനിറ്റുകൾ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനിയൊരു കാരാഗ്രഹങ്ങൾക്ക് നിന്നെ പൂട്ടാൻ കഴിയാതെ, ഇനിയൊരു മണ്ണിന്റെ ശക്തികൾക്ക് നിന്നെ ഒതുക്കാൻ കഴിയാതെ, ഇന്നു പകലതിനെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി La bracatasia shamdara prabadia andarajanaadara prabadia hadaramanagadega janaadaradiara andarajanaadara prabadiyana innu magal karam adicha chila minutugal ദൈവത്തെ സ്തുതിക്കട്ടെ. Hudaralama Shamdara Prabadia Hadaramanagadega Jaganagadaga Jiberabaragadega Urapode Varsangalai Ketipokia Chele Adistanangal Indu Pagal Sorga Milakagayana Indu Pagal Cheladilagana Cheladini Nilanil Kankariatabole Ini Nilanil Kankariatabole Ini Chali Kankariatabole Ini Tudaran Kariatabole Deivatinde Shakti Cheladine Adistanangal ചില കരത്തിൽ നിന്ന് ചങ്ങലകൾ അഴിയട്ടെ, ചില കാലുകൾ നാവങ്ങൾ പൊളിയട്ടെ, ചില ഭവനത്തിന് വാതിലുകൾ തകരട്ടെ, വാതിലുകൾ ചുരക്കട്ടെ, ചില കൈകൾ സ്വാതന്ത്ര്യം വലിവട്ടെ, ചില കാലുകൾക്കകത്ത് ആമങ്ങൾ പൊളിയട്ടെ. ആ ശരീരത്തിന്റെ മീതെ ഒരു സ്വാതന്ത്ര്യം, ശരീരത്തിന് മീതെ ഒരു സ്വാതന്ത്ര്യം, ആരോഗ്യത്തിന് മീതെ ഒരു സ്വാതന്ത്ര്യം. ഇന്നു പകൽ ചില കേട്ടുകളെ ഇനി തുടരാൻ കഴിയത്തില്ല. ദൈവശക്തി നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ഇനി ആ കാരാഗ്രഹത്തിന് തുടരാൻ കഴിയത്തില്ല. ഇനി ആ കാരാഗ്രഹത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. Hadaramanagadega Shandara Prabadia Andara Janadara Prabadia Hadara Jagana Ramanagadega Tivaragadega Indubagal Poliata Jelada Washangalai Diladilkunda Washangalai Avagashamarina Washangalai Chalikina Chiladini Tudaran Kariatabole Deva Shakti Vyavarikate Deva Sanidya Manamai Chalikate ഹർബര പ്രബദഗടഗസി അന്തരം ഛരാദിയ ഇന്ന് പകൽ അഭിഷേകം ചലിക്കുകയാ. നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ, നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലങ്ങളായി നിന്നെ പൂട്ടിയ നീ പൊങ്ങരുതെന്ന് പറഞ്ഞ്, നീ ചലിക്കരുതെന്ന് പറഞ്ഞ്, നിന്റെ തലമുറ പുറത്തു വരരുതെന്ന് പറഞ്ഞ്, നിന്റെ വീടിന്റെ അകത്ത് ഉയർച്ചയുണ്ടാകരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയതല്ലേ കാരാഗ്രഹങ്ങളുടെ അടിത്തറകൾ പൊളിയോ. അതര ഘടക മനക ധനക ധരബ ലാ പ്രഖാതസ് ലാ ഫലാ ഖനാ തര ചലിക്കട്ടെ 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 അഭിഷേകം ചലിക്കട്ടെ. ആർഭലഘടക തുരപ്രഭാതി അർധുനി മനാധര പീശാചോർധ അകത്ത് തടവറയ്ക്കകത്ത് നിന്നെ പൂട്ടിയ, ആമം കൊണ്ട് നിന്നെ പൂട്ടിയ, നീ പുറത്തു വരത്തില്ലെന്ന് അവൻ ചിന്തിച്ചു. നീ തീർന്നു, ഇനിയും നീ പുറത്തു വരത്തില്ല. പക്ഷെ വാഗ്ദത്തമുള്ള നിന്നെ, അഭിഷേകമുള്ള നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അവൻ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ചലിക്കട്ടെ ചലിക്കട്ടെ, ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ആരാധന ഇന്ന് പകൽ തിരികെ ദൈവം കൈമാറട്ടെ. ആരാധനയിൽ കരുത്തുള്ളവരായി ഓ ശബാ ധബാ ധബാ ജന ഹർമന ഘടക ജുര പ്രബദ ഘടകസിയ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങിയപ്പോ
ദൈവം അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൂതനിറങ്ങിയപ്പോ ചെങ്ങലകൾ പൊളിഞ്ഞു, വാതിലുകൾ തുറന്നു, അപ്പോസ്തലൻ പുറത്തു വന്നു. പക്ഷേ ആരാധിക്കുന്നവൻ ആരാധിച്ചു തുടങ്ങിയപ്പോ, അവൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ വാതിലുകൾ തുറക്കുക മാത്രമല്ല, ആമങ്ങൾ പൊളിയുക മാത്രമല്ല, അതിനെ ഉറപ്പിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ ദൈവം ഇളക്കി. ഇനി ആമം അതിന്റെ അകത്തില്ല. ഇന്ന് പകൽ ഈ ജനം സ്വതന്ത്രരാകട്ടെ. ഇന്ന് പകൽ ഈ ജനം സ്വതന്ത്രരാകട്ടെ. ഇനിയും പൂട്ടാൻ ഒരു കാരാഗ്രഹമില്ലാത്തതുപോലെ, ഇനി ഒരുക്കാൻ ഒരു ആമമില്ലാത്തതുപോലെ, ഇനിയും പൂട്ടാൻ ഒരു ചെങ്ങലയില്ലാത്തതുപോലെ, ഇനി അടച്ചുറപ്പാക്കാൻ ഒരു വാതിലില്ലാത്തതുപോലെ ഇന്ന് പകൽ ഈ ജനം സ്വതന്ത്രമാകട്ടെ. മനാ ധനാ ധരാ ധരാ ശാർദരാ ഭരഗടക ധുരപ്രഭ ലംസ്മരാ ധരാധിയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹർമന പ്രഭദഗടക ശംധല ധനാധി ഹസ്മേരി ആഠാ സ്മാരക ധുരാധ. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. Jesus! Jesus, Jesus, Jesus. Amen, amen, amen. Arabala, barabala, barabala, durabala. Adagala, dalagadega, dalagadega, dalagadega. Aramanagadega, dalagadega, siya. Arbala pravadiya. Inno pagalalla poliya. ഇന്ന് പകൽ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ പൊളിയ. ഇനിയും കാരാഗ്രഹമില്ല. കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ പൊളിയ. ഇനിയും കാരാഗ്രഹമില്ല. നിന്നെ പൂട്ടാൻ ഇനിയും കാരാഗ്രഹമില്ല. ഓ അതാ ധനാധര അർബല പ്രബലഗദഗസിയ അർത്ഥനാ ജനാദരാദര ലേസ്മനാദര പ്രബലഗദഗസിയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയട്ടെ, ആരാധിക്കുന്ന നിന്നെ പൂട്ടാൻ ഇനിയും കാരാഗ്രഹമില്ല. ആരാധിക്കുന്ന നിന്നെ പൂട്ടാൻ ഇനിയും കാരാഗ്രഹമില്ല. അടിത്തറ ഇളകിയ പിന്നെ കാരാഗ്രഹത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. അടിത്തറ ഇളകിയാൽ മേൽക്കൂടുകൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അടിത്തറകൾ ഇളകിയ വാതിലുകൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അത് സമഭൂമിയായി മാറാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, ഓ ആരാധിക്കുന്ന നിന്നെ പൂട്ട, ആരാധിക്കുന്ന നിന്നെ ഒതുക്ക, ഇനിയും കാരാഗ്രഹമില്ലോ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ, ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വലിയ വിടുതലായി. നമ്മൾ നീണ്ട 5 ദിവസമായി ഒരു വിഷയത്തിൻ്റെ അകത്ത് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ബന്ധനങ്ങൾ പൊളിയേണ്ടതിന് എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മൾ ചിന്തിച്ചു പ്രാർത്ഥന ബന്ധനത്തെ പൊട്ടിക്കും. 2 നമ്മൾ ചിന്തിച്ചു അഭിഷേകം ബന്ധനത്തെ പൊട്ടിക്കും. 3 നമ്മൾ ചിന്തിച്ചു ആരാധന ബന്ധനത്തെ പൊട്ടിക്കും. ആരാധന ബന്ധനത്തെ പൊളിക്കുക മാത്രമല്ല, ഇനി ഒരിക്കലും ഒരു ബന്ധിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തതുപോലെ കാരാഗ്രഹങ്ങളെ പൊളിച്ചു കളയുന്നത് ആരാധന. എങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ ആരാധിക്കുന്നവരായി മാറണം.
ഞാൻ എപ്പോഴും ചർച്ചിൽ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവ് ആരാണ്? ആരാധന കൊതിയനാണ്. അവന് നമ്മുടെ സമ്പത്തോ നമ്മുടെ പഠിപ്പോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഭൂമിയോ ഒന്നും നമ്മുടെ കർത്താവിന് വേണ്ട. അവൻ ഒറ്റ കാര്യമേ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, നീ ദൈവത്തെ ആരാധിക്കുന്നവനായി മാറണം. എങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ അത്ഭുതകരമാക്കി മാറ്റാൻ പോവുകയാണ്. അവൻ്റെ മക്കളായിരിക്കൊണ്ട് അവൻ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുക. നമ്മുടെ കുറിവാക്യം ഇതായിരുന്നു, കർത്താവിൻ്റെ മക്കൾ നമ്മളായതുകൊണ്ട് അവൻ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തിൻ്റെ പുത്രനാണ്, അഭിഷേകമുള്ള നീ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്ന നീ ദൈവത്തിൻ്റെ പുത്രനാണ്. നിന്നെ ഒതുക്കാൻ ഒരു ബന്ധനത്തിന് കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ ഉറപ്പോടെ ഞാനിവിടെ പ്രഖ്യാപിക്കുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ ദൈവം അത് നിനക്ക് വേണ്ടി തുറക്കുകയാ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി ചലിച്ചതിനായി സ്തോത്രം. കർത്താവെ, നീണ്ട 5 ദിവസമായി ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഞങ്ങൾ ശുശ്രൂഷിച്ച് വരികയാണ്. ശുശ്രൂഷിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് നന്ദി പറയുന്നു. കർത്താവ് നൽകിയ നിയോഗങ്ങൾക്കായി നന്ദി പറയുകയാണ്. കർത്താവ് നൽകിയ വെളിപ്പാടുകൾക്ക്, ദൈവം നൽകിയ ദൂതുകൾക്കായി നന്ദി പറയുന്നു. ഇന്ന് പകൽ കർത്താവ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ട വചനം, ഇന്ന് പകൽ ആരാധിച്ച ജനത്തിൻ്റെ മേൽ ദൈവം കൈമാറിയ വിടുതലിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇവിടം വിട്ടിറങ്ങുമ്പോൾ തന്നെ, ഈ ആലയം വിട്ടിറങ്ങുമ്പോൾ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ അവർ കണ്ടു തുടങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ വെളിപ്പെടണം കർത്താവേ. അസാധ്യതകൾ മുഴുവനും വഴിമാറട്ടെ. ദൈവിക അഭിഷേകം അവരെ ചലിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ കർത്താവ് നിറഞ്ഞ മനസ്സോടെ ഇന്ന് പകൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ സ്വതന്ത്രരാക്കിയതിനാ നന്ദി പറയുകയാണ്. അത്ഭുതമായി മാറണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.